പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ഉണ്ണികൃഷ്ണൻ, ലൈവ് എഞ്ചിനീയർസ് കണ്ണൂരിന്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇമ്പോർട്ട് പെർമിറ്റ്. പല ആളുകൾക്കും എന്തൊക്കെ ഡോക്യുമെന്റ് ആണ്, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുക എന്നുള്ളതിനെ പറ്റി വിശദമായിട്ട് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്നത്. ഇമ്പോർട്ട് പെർമിറ്റ് എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം, നേരത്തെ നമ്മൾ പെർമിറ്റ് എടുത്തത് മറ്റ് സോഫ്റ്റ്വെയർ വഴിയായിരുന്നു, അതായത് മറ്റ് ടൂൾ വഴിയായിരുന്നു. സങ്കേതം അല്ലെങ്കിൽ മാനുവൽ പെർമിറ്റ് എന്നൊക്കെ ഉള്ള സിസ്റ്റം വഴിയാണ് നമ്മൾ നേരത്തെ പെർമിറ്റ് എടുത്തത്. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ അത് കെ-സ്മാർട്ടിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് കാലാവധി കഴിഞ്ഞ പെർമിറ്റ് പുതുക്കാനും അതുപോലെ തന്നെ കെട്ടിട നമ്പറിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നേരത്തെ പെർമിറ്റ് എടുത്ത, അതായത് 2025 ഏപ്രിലിന് മുന്നേ പെർമിറ്റ് എടുത്ത എല്ലാവരും ആ പെർമിറ്റ് കെ-സ്മാർട്ട് എന്ന പുതിയ ടൂളിലേക്ക് മാറ്റി മാത്രമേ, അതായത് നേരത്തെ നിങ്ങളെടുത്ത പെർമിറ്റ് ഇപ്പം പുതുക്കണം എന്നുണ്ടെങ്കിലും അത് കെ-സ്മാർട്ട് എന്ന പുതിയ സിസ്റ്റത്തിലേക്ക് മാറ്റി മാത്രമേ പുതുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം വേണ്ടത് അപ്രൂവ്ഡ് പെർമിറ്റ് ആണ്. അതായത് നിങ്ങൾക്ക് നേരത്തെ ഒരു പെർമിറ്റ് കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ സങ്കേതത്തിലാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇതുപോലത്തെ ഒരു പെർമിറ്റ് നിങ്ങൾക്ക് വീടിന്റെ അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ പെർമിറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കോപ്പി കൊണ്ടുവരണം, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ QR കോഡുള്ള ഒരു ബിൽഡിങ്ങിന്റെ പെർമിറ്റും നിങ്ങൾക്ക് ഉണ്ടാകും, ഇതുപോലെ അങ്ങനെ. അതുപോലെ തന്നെ അതിന്റെ സൈറ്റും പ്ലാനിന്റെ കോപ്പിയും ഉണ്ടാവും, അതും കൊണ്ടുവരണം. പിന്നെ യൂട്ടിലിറ്റി പ്ലാന് സാധാരണഗതിയിൽ സങ്കേതം എന്നുള്ള സോഫ്റ്റ്വെയർ വഴി ചെയ്യുമ്പോൾ യൂട്ടിലിറ്റി പ്ലാന് നമുക്ക് ഡീറ്റെയിൽ സൈൻ ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അത് നേരത്തെ നിങ്ങൾ പെർമിറ്റ് എടുത്തു തന്ന എഞ്ചിനീയറെ കൈവശം ഉണ്ടാവും. അല്ല, ആ എഞ്ചിനീയർ അല്ല, പുതിയൊരു എഞ്ചിനീയർ ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ട് പെർമിറ്റ് ചെയ്തു തരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ മറ്റുള്ള ഏതെങ്കിലും പ്രോജക്റ്റിന്റെ യൂട്ടിലിറ്റി പ്ലാൻ ഉണ്ടാവും. അത് വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയാൽ മതിയാവും. പിന്നെ വേണ്ടത് ഒറിജിനൽ ആധാറാണ്. ഇതിപ്പോ ഒറിജിനൽ ആധാർ, ഇത് സ്കാൻ ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ് അടുത്ത കടമ. ഇത് സോഫ്റ്റ് കോപ്പി മതിയാവും. ഒറിജിനൽ ആധാരം നിങ്ങൾ സോഫ്റ്റ് കോപ്പിന് അത് എഞ്ചിനീയറുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതിയാവും. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ്, അതായത് പോസ്റ്റൽ സർട്ടിഫിക്കറ്റ് പുതിയത്, ലേറ്റസ്റ്റ്, അതായത് 6 മാസത്തിനുള്ളിൽ എടുത്ത ഒരു പോസ്റ്റൽ സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യം. പിന്നെ വേണ്ടത് പുതിയ വർഷത്തെ പറമ്പിന്റെ കരമടച്ച രസീത്, അതായത് പുതിയത്, കഴിഞ്ഞ വർഷത്തെ അല്ല, പുതിയത് ആണ് വേണ്ടത്. പിന്നെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് പെർമിറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമാണ് പറയുന്നത്. നിങ്ങൾ നേരത്തെ സങ്കേതം എന്നുള്ള സോഫ്റ്റ്വെയറിൽ ആണ് പെർമിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ പെർമിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളൊരു ഫീസ് അടച്ചിട്ടുണ്ടാവും പഞ്ചായത്ത്. ആ ഫീസ് അടച്ച രസീത്, ഇതാണ് ആ രസീത്. പിന്നെ അടുത്തതായിട്ട് പെർമിറ്റിന് നിങ്ങൾ ഫീസ് അടച്ചിട്ടുണ്ടാവില്ല, അപ്പൊ പെർമിറ്റിന്റെ രസീത് ഇതുപോലത്തെ പെർമിറ്റിന്റെ രസീതും കൂടി വേണം. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ട് പെർമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ആവശ്യമുള്ളത് ഉടമയുടെ, നിങ്ങളാണ് ഉടമയെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് വെച്ചിട്ട് ഒരു അക്കൗണ്ട് കെ-സ്മാർട്ടിൽ ഉണ്ടാക്കണം. അതിന് ആവശ്യം
നിങ്ങളുടെ ആധാർ കാർഡ് അങ്ങനെയല്ല, ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ID ഉപയോഗിക്കാം, പാൻ കാർഡ് ഉപയോഗിക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിക്കാം, എന്നിവയൊക്കെ ഉപയോഗിക്കാം. പിന്നെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ, അതായത് ആധാർ കാർഡ് എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് OTP പോകുന്നത് ആ ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ഇല്ലെങ്കിൽ, അതായത് ആധാർ കാർഡ് ചിലപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് കാണുന്നുണ്ട്, അങ്ങനെയുള്ളവർക്ക് വോട്ടേഴ്സ് ID അല്ലെങ്കിൽ പാൻ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്മാർട്ടിൽ പുതിയ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ലിങ്ക് ചെയ്ത ഫോൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഫോൺ നമ്പർ കൊടുത്താൽ മതി. ആ ഫോൺ നമ്പറിലേക്ക് OTP വരും. അതിനുശേഷം പ്രൊഫൈല് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ട് പെർമിറ്റ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ്. ഈ ഇമ്പോർട്ട് പെർമിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന പെർമിറ്റ് പുതുക്കാനും അതുപോലെ തന്നെ കെട്ടിട നമ്പറിനുള്ള അപേക്ഷ കൊടുക്കാനും ഒക്കെ സാധിക്കുക. അതുകൊണ്ട് എല്ലാവരും നാളത്തേക്ക് വെക്കാതെ ഇന്ന് തന്നെ നിങ്ങളുടെ പെർമിറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഏതൊക്കെ വിധത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻസിൽ മെസ്സേജ് ഇട്ടാൽ മതി, അതിനുള്ള റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. അതുവരെ